ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യുവർ ഓൺലൈൻ ടീച്ചർ. നമ്മുടെ നാളത്തെ ബിസിനസ് സ്റ്റഡീസിൻ്റെ എക്സാമിലേക്ക് വളരെ പ്രധാനപ്പെട്ട 2 മാച്ച് ദ ഫോളോയിങ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് എന്തായാലും നാളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. 4 മാർക്കിനാണ് ഏറ്റവും കൂടുതലായിട്ട് മാച്ച് ദ ഫോളോയിങ് ചോദിച്ച് കാണുന്നത്. അത് ഈ പാഠത്തിൽ നിന്ന് തന്നെയാണ് വരുന്നത്. നമ്മുടെ ആദ്യത്തെ പാഠത്തിൽ നിന്നാണ് മാച്ച് ദ ഫോളോയിങ് വരാറുള്ളത്. സോ നമുക്ക് ഒരെണ്ണം നോക്കാം. ഹിൻഡ്രൻസ് ഓഫ് ഫിനാൻസ്, അതായത് ധനതടസ്സം, പൈസയുടെ ആ ഒരു തടസ്സം എന്താണത് നീക്കുന്നത്? അത് നീക്കുന്നത് ബാങ്കിങ് ആണ്. ഹിൻഡ്രൻസ് ഓഫ് റിസ്ക്, നഷ്ടം വരാനുള്ള സാധ്യത നീക്കുന്നത് ആരാണ്? ഇൻഷുറൻസ് ആണ്. ഹിൻഡ്രൻസ് ഓഫ് പ്ലേസ്, സ്ഥലത്തിൻ്റെ തടസ്സം നീക്കുന്നത് ആരാണ്? എല്ലാ സ്ഥലത്തേക്കും കൃത്യമായിട്ട് എത്തിക്കുന്നത് അത് ട്രാൻസ്പോർട്ടേഷൻ, ഗതാഗതത്തിലൂടെയാണ്. ഹിൻഡ്രൻസ് ഓഫ് നോളജ്, അറിവുപരമായ തടസ്സം നീക്കുന്നത് എന്തിലൂടെയാണ്? എല്ലാവരിലേക്കും ആ ഒരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് അറിയിക്കുന്നത് അഡ്വർടൈസിങ്, പരസ്യത്തിലൂടെയാണ്. സമയ തടസ്സം നീക്കുന്നത് വെയർഹൗസിലൂടെയുമാണ്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് 4 മാർക്കിലേക്ക്. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള മറ്റൊരു മാച്ച് ദ ഫോളോയിങ് ആണ്. ഇത് ഇൻഡസ്ട്രീസിനെ പറ്റിയിട്ടാണ്. എക്സ്ട്രാക്ഷൻ ഓഫ് സംതിങ് ഫ്രം നാച്ചുറൽ റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സിൽ നിന്ന് എന്തെങ്കിലും എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് ഏതിൽ വരും? എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രിയിൽ വരും. ദെൻ പ്രൊഡക്ട്സ് ഓഫ് ദീസ് ഇൻഡസ്ട്രീസ് ആർ ഇമ്മൂവബിൾ, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഇൻഡസ്ട്രിയിലെ സാധനങ്ങൾ മൂവ് ചെയ്യാൻ പറ്റില്ല. അതെവിടത്തെയാണ്? കൺസ്ട്രക്ഷൻ, കാരണം ബ്രിഡ്ജ്, റോഡ് അതൊക്കെ ആയിരിക്കും ഇവരുണ്ടാക്കുന്നത്. ദെൻ എൻഗേജ് ഇൻ ആക്ടിവിറ്റീസ് ലൈക്ക് റിയറിങ് ആൻഡ് ബ്രീഡിങ് ഓഫ് അനിമൽസ്, അനിമൽസിൻ്റെ റീപ്രൊഡക്ഷനൊക്കെ ഇതിലാണ് വരുന്നത്? ജനറ്റിക് ഇൻഡസ്ട്രിയിലാണ് വരുന്നത്. ദെൻ പ്രൊവൈഡിങ് സർവീസസ് ടു അതർ ഇൻഡസ്ട്രീസ്, മറ്റ് ഇൻഡസ്ട്രീസിന് സർവീസസ് കൊടുക്കുന്നത് ടെർഷ്യറി ഇൻഡസ്ട്രിയാണ്. ദെൻ കൺവേർട്ടിങ് റോ മെറ്റീരിയൽസ് ഇൻ ഫിനിഷ്ഡ് ഗുഡ്സ്, റോ മെറ്റീരിയൽസിനെ ഫിനിഷ്ഡ് ഗുഡ്സ് ആക്കി മാറ്റുന്നത് ഏതിലാണ്? മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലാണ്. സോ വളരെ പ്രധാനപ്പെട്ട 2 ക്വസ്റ്റ്യൻസ്. ഇതെന്തായാലും ഇതൊക്കെ നിങ്ങളെ പാസ് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് വന്നാൽ തെറ്റിക്കരുത്. നമ്മൾ അറിയാവുന്ന ചോദ്യമാകുമ്പോൾ തെറ്റിക്കാൻ സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ തെറ്റിക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. താങ്ക്